നമ്മളെ തിണ്ടിട്ട് മൂക്ക് എത്രത്തോളം ഒരത്ത ചൊന്നോലതാ ഒരു മൈസൂർ ബാല ഉണ്ട് ഇട്ട് അപ്പോ ചൊല്ലിട്ടല്ല മൈസൂർ ബാലമാണ് മൈസൂർ ബാല എന്തില്ല ബാല എന്തിട്ടെങ്കിൽ ഇട്ടറിഞ്ഞു പറ ഫുള്ളായിരുന്നു എവിടുത്തല്ല ഫുള്ളവിടെ മാത്രല്ല ചില ഹാളുടെ ഇവിടെ മൈക്കാലത്ത് അങ്ങനെ വന്നില്ല ഞങ്ങളപ്പുറല്ല ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജിലേബി എല്ലാം കെട്ടിയോണ്ട് പോകുന്നുണ്ട് ടിഷ്യൂ നിറച്ചിട്ട് ഔത്തു ചില ആണിങ്ങ ഉണ്ട് മെല്ലെ എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ സീർണി ഔത്തര ഓതി പാടില്ല, നല്ലതല്ല. ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു ഒന്നെടുക്കേണ്ടിടത്ത് രണ്ടെടുക്കാൻ പാടില്ല. പിന്നല്ലേ ഔത്തുകെടുത്ത പോണ്ടേ. പിന്നെ ചില ആളുണ്ട് ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്നിര് സുറുത്ത് 2 വട്ട കീഴ്മേലെല്ലാം പോയിട്ട് വന്നിട്ട് പാടില്ല. നോൺ വെജ് തിന്നാത്താക്കാണ് വെജ്. പിന്നെ ചില ആള് നല്ല സ്വാലിഹീങ്ങൾ അങ്ങനത്തെ എന്തൊറകളില്ല, നോൺ വെജ് തിന്നിട്ട് പായസം ഒളികെ കൂടെ ഓടെ ഇപ്പുറത്തെ ഒത്തുടെ ആ രൂപത്തിൽ അതും പാടുള്ളതല്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സിസ്റ്റമുണ്ട്. നമ്മുടെ സമുദായം എന്തേ ഇങ്ങനെ ചെരുപ്പഴിച്ച് വെക്കുന്നതിൽ സിസ്റ്റമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ ഓന്റെ ചെരുപ്പിലേക്ക് നോക്കണമെന്നാണ്. ഓന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ പിന്നെ നാളെ ചെരുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ. ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവരുടെ വീട് മുഖം നോക്കിയിട്ടാ, ലിപ്സ്റ്റിക് നോക്കിയിട്ടാ, ബാഗാ ബുർക്കാണി നോക്കിയിട്ടൊന്നും ക്ലീൻ ചൊല്ലാവില്ല. നോക്കിയിട്ടാവണു പെണ്ണ് ക്ലീൻ ഉള്ള ആളാണ്. 1 മൈന് കിച്ചണ്, 2 ടോയ്ലറ്റ് ബാത്റൂം. ഇത് ക്ലീൻ കണ്ടെങ്കിൽ ഇതെന്തര് ആരെങ്കിലും വന്നെങ്കിൽ നാണിപ്പ പാത്ര എടല്ല കൽകാണ്ട് ഭർത്തായ അപ്പൊ നിങ്ങ വന്നേന്ന് എപ്പോ ഇതേമാ ഇങ്ങനെമാ എങ്ങനെ കൽക ഭർത്തായത് ഇപ്പൊ ഭർത്തായ ഇപ്പടിച്ചിത്ര മക്കളെല്ലാം വിടക്കാക്ക് പാപ മക്കൾക്ക് പേര് പാവ മക്ക ഇന്നലെ മുഞ്ഞാണ്ടിട്ടത് അത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ. പിന്നെ അർജന്റ് കാർ വന്നേൽ പിന്നെ എല്ലാം ബളിച്ച് എടുത്തു പോയിട്ട് വാഷിംഗ് മെഷീൻ ഒഴുകിയിട്ടിട്ട് അതിന്റെ മേലെ ഒരു പാത്രം ഡിം തീന്തോടെ എല്ലാം ആരും കാണുകയില്ല. ചില പെണ്ണുങ്ങളെ വന്ന് നോക്കുകൊണ്ട് വാഷിംഗ് മെഷീന്റെ ഉൾഗ ഫ്രിഡ്ജിന്റെ ഉൾഗല തുറന്നിട്ട് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ലുഖ്മാൻ തങ്ങളുടെ വസിയത്തിലുണ്ട്. നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം. അവിടെ ഇവിടെയെല്ലാം നോക്കാൻ പാടില്ല. എല്ലാം ഇതെന്തരെ എപ്പറച്ചു വെച്ചത് ഒക്ക മീന് എത്ര നാളായിട്ട് കബാബ് റെഡി എപ്പോ മസാല ഇട്ട് വയ്ക്കരേമ്മ. ഇതെല്ലാം നമ്മൾ ഇൻക്വയറി ആക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ മുത്തുമുമ്മിനീങ്ങളെ, നമ്മൾ നല്ല വൃത്തിയുണ്ടാകണം, നല്ല ക്ലീൻ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗം ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം. അവരെ കരയിപ്പിക്കരുത്, അവരെ മോശപ്പെടുത്തരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മുടെ പെങ്ങന്മാരെ മുന്നില്, നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നില് ഓളങ്ങനമേ, ഓൾ എപ്പോഴും അങ്ങനമേ, ഓല ഉമ്മ കൂട്ടുകുടുംബെല്ലാം അങ്ങനമേ പാടില്ല. അവളെങ്ങാനും കരഞ്ഞുപോയാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഹാജാറല്ല, ഉസ്താദല്ല, നല്ല സ്വഭാവമുള്ളവനാരോ, നല്ല സ്വഭാവം വേണം. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട്, വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രൂപത്തിൽ സംസാരിക്കണ ആരോടും അല്ലെ. അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെങ്കിൽ എന്ത് ചിരി, എന്ത് സന്തോഷ. ദാദ ഉണ്ടാറ ഈ ഔത്തുള്ള ദാദ ഉണ്ടുണ ഈ വിഷയം ഉണ്ടാ ദാദര തലനമ്പലല്ല സുമാറായിത്താന്ന് കേൾക്കുമ്പോ നിന്റെ ഔത്ത് ഇതുപോലത്തെ ഒരു ദാദ ഉണ്ട്. നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ,
ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അല്ലാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല. നീ നല്ലവനല്ല. നിന്റെ ഭാര്യക്ക് തോന്നണം, എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. അവളെ കെയർ ചെയ്യണം, അവളെ ആശ്വസിപ്പിക്കണം. ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധമല്ല. സ്നേഹത്തിൽ നീ കുറക്കണ്ട, അവളെ ഫളീഹത്താക്കണ്ട, നാണം കെടുത്തണ്ട, ഇൻസൾട്ട് ചെയ്തു പോകണ്ട. അവളുടെ ത്യാഗം അല്ലേ കേക്കുന്നുണ്ട്. നിക്കെന്തിരുണ്ടൂടെ സൊറ അല്ലെ, നിക്കെന്തിരുണ്ടൂടെ പെഞ്ഞായിരട്ടു കേക്കുകൊണ്ട് നിക്കെന്തിര സൊറ ഉണ്ടൂടെ. ആയിട്ട് നിക്ക് സൊറയില്ലെങ്കിൽ വേണ്ട. നോക്ക ഒരു 2 വാര അവളെ ഒത്തുക്ക് പോട്ട് നോക്ക. 2 വാര ഈ മക്കളെ നോക്കി ഫുഡാക്കിയിട്ട് ആ കടിച്ച് തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യമുണ്ട? 2 വാര 2 നാൾ സാധ്യമുണ്ട? സാധ്യമില്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, പിരിസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വലിയ പടുകൂറ്റൻ 1.5 കോടിയുടെ വീട്. ആ വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത്, ഉസ്താദേ ഉസ്താദേ എത്ര വില കഴിഞ്ഞിട്ടെന്ത് പ്രയോജന? നക്കാക വേണ്ട, കാസ് വേണ്ട, നണ്ടൊട്ടു ഇത്ര ഒരു കുട്ടു പിർസയും മനസ്സകില്ല. സുബ്ഹാനല്ലാഹ്. അവർ ആഗ്രഹിക്കുന്നത് വലിയ വീടല്ല, സ്വത്തുക്കളല്ല. അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം. ആ സ്നേഹം കൊടുക്കണം, സൗകര്യം കൊടുക്കണം. നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഇത് തലാഖിന് ബിസിയല്ലായിട്ട് പഞ്ചാധികാക്കുമ്പോ ഒരേ ബിസിയ നണ്ട അവളർത്താക്കില്ല ഓണു ഓന്റെ വിഷയ അവളൊട്ട് കേട്ടപ്പ അയാള് നണ്ട അർത്ഥമേ ആക്കില്ല. ഇവ എന്ത് വിഷയ? അയാൾ അവളും അർത്ഥാക്കില്ല, അവളെ രണ്ടാളും അപ്പുറം ഇപ്പുറം അർത്ഥാക്കുന്നില്ല. പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് പോകണം. എല്ലാം മറക്കണം, പൊരുത്തപ്പെടണം, സ്നേഹിക്കണം. അങ്ങനെ പോയാൽ നാളെ സുഖലോക സ്വർഗത്തെത്തുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത ഭർത്താവ് ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ, രണ്ടാൾക്കും അല്ലാഹു സ്വർഗം നൽകുന്നു. സ്വർഗത്തിലെന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. അവിടെ എല്ലാരും ചെറുപ്പക്കാരാണ്, യങ്കാണ്, ആർക്കും വയസ്സില്ല, സൗന്ദര്യമാണ്, ചന്തമാ. സുഖലോക സ്വർഗത്തിൽ വെച്ച് പെണ്ണിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യമാണിനാണ്. പെണ്ണിനും അല്ലാഹു സൗന്ദര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുറ്റമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഫുള്ളായിട്ട് നമ്മളെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം. അങ്ങനെ അർത്ഥാക്കണോ, അങ്ങനെ കഷ്ടാർത്ഥാക്കണോ, അങ്ങനെ ടെൻഷൻ അർത്ഥാക്കണോ, അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ, അങ്ങനെ പ്രോബ്ലംസുകളെല്ലാം അർത്ഥാക്കണോ. ഭർത്താവായ ഹസ്ബൻഡായവൻ നന്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറോളൂ, നക്ക് ഫുഡാക്കറോളൂ, നന്റെ മക്കളെ നോക്കി വളർത്തറോളൂ. ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടുകു നിക്കറോളൂ. ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിന്റെയും മനസ്സിലുണ്ടാകണം. അല്ലാ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ചുരുക്കി പറയുന്നു, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ്, ഉപ്പയാണ്. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, മൻ ബറനി
وعق والديه كتبته عقا. അള്ളാഹ് ഗുണം ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ചെയ്തു. വഅഖ വാലിദൈഹി, ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ കതബ്തുഹു അഖാ. മൂസാ നബിയോട് അള്ളാഹു പറയാണ്, അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ്, നല്ലവനല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം മുറ പോലെയുണ്ട്. ഉമ്മടെ ക്യാറാക്കില്ല, അബ്ബടെ ക്യാറാക്കില്ല. ഉമ്മാനെ ഇഷ്ടല്ല, അബ്ബാടെ ഇഷ്ടല്ല. അങ്ങനെ നിങ്ങളായിപ്പോയാ കതബ്തുഹു അഖാ. ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് അവരെ എഴുതുമെന്ന് അള്ളാഹു പറയുമ്പോ ومن نقني وبر والديه كتبته برا. അള്ളാന്റെ വിധിവിലക്കുകളിൽ മാറ് കാണിച്ചു, അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു, അള്ളാഹുവിനെതിര് കാണിച്ചു, എന്നിട്ട് വബറ വാലിദൈഹി, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്ത കതബ്തുഹു ബർറാ, അവന് ഗുണവാനിൽ എഴുതപ്പെടുകയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് അള്ളാഹു മാപ്പ് നൽകുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചതിന് മാപ്പില്ല. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഒരു ചീത്ത വാക്ക് വരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഉപ്പാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ. ചേന്നുള്ള വാക്ക് മഹാന്മാര് പറയുന്നു. ഉമ്മരെ മോത്തുകൂ, അപ്പരെ മോത്തുകൂ, കണ്ണ് ബലിയാക്കിയിട്ട് നോക്കരുത് പോലും അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയല്ല. എന്തും ചൊല്ലണ്ട, ഉമ്മടെ കണ്ണ് മറിച്ചിട്ട് നോക്കരുത് പോലും അള്ളാഹു ഇഷ്ടല്ല. അല്ലേ? പേരൻസ് മീറ്റിംഗ് പറയുമ്പോ മക്കതാ ഉസ്താദിട്ട മാത്ത് എന്തെങ്കിലും ചൊന്നെങ്ക് പിന്നെ പോവല, സാറിട്ട് എന്തെങ്കിലും ചൊന്നെങ്ക് കേട്ടെങ്കിൽ ചൊല്ലണു, ഡീസന്റ് സൈലന്റ് വൈലന്റ് അല്ലെ, മക്ക ചൊന്ന് കൊടുക്കരുത്, എങ്ങനെ ചൊല്ലണു? ഈ ഒരവസ്ഥയാവരുത്. ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കില് പോലും ഒരക്ഷരം പറഞ്ഞു പോയാൽ അള്ളാഹു അവനെ ക്ഷമിച്ചിടുന്നത് തന്നെ. ഉമ്മയുടെ മനസ്സ് നൊമ്പലമായോ, അബ്ബടെ മനസ്സ് ബേജാറാക്കിയമാ, അള്ളാഹു അവനക്ക് ശാപ വയ്ക്കറ്, അതിലൊരു സംശയ വേണ്ട. ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല, അപ്പ സാപ്പ വൈക്കൊണ്ടില്ല. നീ എത്ര വലിയ പണക്കാരനായിക്കോ, എത്ര വലിയ ലീഡറായോ, എത്ര വലിയ ഉസ്താദായോ, എത്ര വലിയ തങ്ങളായോ, എത്ര വലിയ വലിയായോ, സ്വഹാബിയായ മണിസഖ് പോലും കബറിൽ കിടന്നിട്ട് കബറിൽ തീ കത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ? മുത്ത റസൂലുള്ള കേക്കറും, ഉമ്മ നിങ്ങളെ മോണല്ലേ ഉമ്മ, മാപ്പാക്കി കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു, നബിയേ നിന്റെ മനസ്സിൽ മോണ്ടൊട്ടുക ബേജാറുണ്ടോ? റസൂലുള്ള ചൊല്ലു, നബി ഉമ്മ നിങ്ങളെ മോണ് അദാബ് കിട്ടിയോണ്ടുണ്ടോ? മാപ്പ് കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു, നബിയേ നബി തങ്ങ ചൊന്നയ്ക്ക് വേണായിട്ട് നിന്റെ മോണക നാ മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല സമയമാകുമ്പോ
കബറ് ഉൽഗത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാ യാ റസൂലല്ലാ, നബിയേ ഈ കബറിന്റെ ശിക്ഷരെ തൊട്ടിട്ടോ നിന്റെ സലാമത്താക്കി തന്നല്ല നബിയേ, ജസാക്കല്ലാഹു ഖൈറാ. അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മയുടെ മനസ്സിൽ ബേജാറുന്ന സബലോ ഖബറിലെ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വഹാബിരെ കത്ത് ആ ചരിത്രമായിട്ടിരുന്നെങ്കിൽ ഉമ്മയുടെ ബേജാറ് അബ്ബടെ ബേജാറ് അതൊരു പരിഹാര ഈ ദുനിയാവില് പേരയില്ല. അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. അല്ലാഹുടെ സാപ, റബ്ബുടെ സാപ, ഉസ്താദിന്റെ സാപ പേടിയില്ലേ ഞങ്ങക്ക്? തങ്ങന്മാരെ സാപ പേടിയില്ലേ ഞങ്ങക്ക്? ഔലിയാക്കന്മാരെ സാപ പേടിയില്ലേ ഞങ്ങക്ക്? എല്ലാവും പേടിക്കണോ? എല്ലാത്തരാട്ടിയും വലിയൊരു ഖാലിക്കായ റബ്ബുടെ സാപ ഉണ്ടല്ലേ. ആ സാപ്പ കിട്ടത് എന്ത് വിഷയം കൊണ്ടുണ്ടാ? ഉമ്മ ബേജാറാക്കിയ, ഉപ്പ സങ്കടപ്പെട്ടു പോയാ മക്കളെ രക്ഷപ്പെടൂല. ഉമ്മാന്റെ ശാപത്തിന് ഉപ്പാന്റെ ബേജാറിന് ഈ ഭൂമിയിൽ പരിഹാരം ഇല്ല കേട്ടോ. കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മാക്ക് പകരം ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല. എത്ര തങ്ങന്മാരത് ആരെന്നെങ്കോ, എത്ര ഉസ്താദന്മാരത് ആരെന്നെങ്കിലോ ഉമ്മാന്റെയും അബ്ബാന്റെയും സാവ അത് തിരിച്ചു പോവൂല, അത് മാഞ്ഞു പോവൂല, അതില്ലാതെയാവൂല. ഉമ്മകും അബ്ബകും ബേണായ സമയത്ത് ബേണായത് കൊടുക്കണം. അങ്ങ് പണ്ട് എവിടെയും ചുത്ത പോയിട്ടില്ല. വിളിച്ചോണ്ട് പോണു. ഉമ്മയുടെ ആശ പൂർത്തിയാക്കണു, അബ്ബരെ ആശ പൂർത്തിയാക്കണു. വൈഫിക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മയുടെയും അബ്ബയുടെയും മറന്നു പോകണ്ട. വയസ്സായ ഉമ്മ ഒരാശയുണ്ട്, ഒരു ചെറിയ ബംഗാറ് ചെയിന്, അതല്ലെങ്കിൽ ഒരു മോതിര, അതല്ലെങ്കിൽ ഒരു കാതിര്, അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ട് കൊഞ്ചൊന്നിട്ടില്ല. പക്ഷേ ആ ആസരെ കണ്ടറിഞ്ഞിട്ട് ഉമ്മയുടെ ആശ പൂർത്തിയാക്കോ. അതല്ലെങ്കിൽ ഒന്ന് ഉംറത്ത് പോവോ, അതല്ലെങ്കിൽ ഒരു അജ്മീർ പോവോ, അതല്ലെങ്കിൽ എവിടെയാകാനും വിളിച്ച പോയിട്ട് ഒരു മനസ്സാശ്വാസത്തിന് ഉമ്മക്ക് ആശയുണ്ടോ? ഈ ഉമ്മരട്ട് ചൊല്ലാണ്ട് അവിടെ പോകുണ്ടോ ഇവിടെ പോകുണ്ടോ ചൊന്നിട്ട് പോയെങ്കിൽ അല്ലാഹുടെ പുറത്തൈക്കല, പടച്ചോന്റെ കാവലിക്കല. അബ്ബ എത്തരമാ കഷ്ട വന്നിട്ട് ഞങ്ങൾ നോക്കി ഭക്തി ബലിയാക്കിയിട്ട് ഈ അബ്ബകൊരു ഹിതമെടുക്കവോ, അബ്ബകൊരു സഹായാക്കവോ, ഉമ്മകൊരു സഹായാക്കവോ. മക്ക ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്ക്, അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്ക്, അങ്ങലൊട്ടുക അർസ കാട്ടിയെങ്ക് വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. ഉമ്മയുടെയും അബ്ബയുടെയും ബേജാറിന്റെ എഫക്ട്, അത് റിസൾട്ട്, അത് ചമ്മ ടൈം പോവണ്ട. മൗത്തിന്റെ മുമ്പവൻ അനുഭവിച്ചറിയുന്നതാ. നിസ്കരിക്കാത്തത് രാധാപുനാല മഷറിലുണ്ടോ? നോമ്പെടുക്കാത്തതിരുണ്ടോ? ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുള്ള സബ്ജക്ട് ഒന്നുണ്ടാ. ഉമ്മടെ വിസയാ അബ്ബടെ വിസയാ അതിൽ യാരകറോടി വന്നേട്ട് കണ്ടെങ്ക് മരണത്തിന് മുമ്പ് അത് അനുഭവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല. ഉമ്മാനെ ഇൻസൾട്ട് ചെയ്ത അല്ലാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല. ഉപ്പാന്റെ ബഹുമാനം കുറച്ച അല്ലാഹു നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല. ഉമ്മയോട് ഉപ്പയോട്
ഉമ്മക്കും ഉപ്പാക്കും ദുആരക്കാത്തോന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആർക്ക് ടൈമില്ലേ, അപ്പക്ക് ദുആർക്ക് ടൈമില്ലേ. അങ്ങക്ക് ദാരിദ്ര്യ പറകു സാധ്യതയുണ്ടോ, അങ്ങക്ക് കഷ്ട പറകു സാധ്യതയുണ്ടോ, അങ്ങനെ ആഹാരത്തിൽ ബറക്കത്ത് കുറയവ് സാധ്യതയുണ്ടോ, അങ്ങനെ കച്ചവടത്തിൽ ബറക്കത്ത് കുറയവ് സാധ്യതയുണ്ടോ. ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ദുആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ മരിച്ചിരിക്കട്ടെ, ഉമ്മാക്ക് നീ ദുആരുന്നില്ലെങ്കില്, അപ്പക്ക് നീ ദുആരുന്നില്ലെങ്കില് നിന്റെ ദുആ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. മക്കളെ, ഉമ്മക്ക് വേൺമായിട്ട് ദ്വാരക്കണോ, അപ്പക്ക് വേൺമായിട്ട് ദ്വാരക്കണോ. ഈ ദ്വാരം നീണ്ട് കണ്ടെങ്കിൽ അല്ലാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതില് ഒരു സംശയം വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാത്രിയും, എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്ക കാത്തിരിക്കുന്നുണ്ട്. കബറിൽ കിടക്കുന്ന ഉമ്മ, കബറിൽ കിടക്കുന്ന അബ്ബ, നണ്ട മക്കളങ്ങ് സ്വതക്കാക്കിടാറാ. ഒരു വാരം മുഴുവനും ആക്കിയ സ്വതക്ക വെള്ളിയാഴ്ച ജാവുരുണ്ട് അങ്ങ് എടുത്ത പോയി കൊടുക്കുമ്പോ വലിയ വലിയ ചരിത്രമുണ്ടോ. എത്ര ആൽമാറ് വെള്ളിയാഴ്ച ജാവോ മറിച്ചങ്ങ വന്ന് ഗിഫ്റ്റ് എടുത്ത പോണ്ട് കിണാവ് കാണുമ്പോ ഒരാള് മാത്ര കീറിപ്പറിഞ്ഞ ഡ്രസ് ഇട്ടോണ്ടു വന്നിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോണ്ടൊരവസ്ഥ. ആ സ്വപ്നം കണ്ട മഹാൻ അയലോട്ട് പോയി കേക്കറ്, അല്ല എന്തിരെ നിങ്ങളെ ബിസി എന്തിരെ? അയാള് കിനാവിൽ ചൊല്ലോ, ഇതാ അങ്ങനെയുള്ള ഫാമിലി രംഗ, അങ്ങകല്ല വേണായിട്ട് സ്വതക്കാക്കുമ്പോ അങ്ങകല്ലത് കിട്ടിയോണ്ടുണ്ടോ. നണ്ട മക്കാറും നക്ക് വേണായിട്ട് സ്വതക്കാക്കിയോണ്ടില്ല. ഞാൻ ബേജാറിലുള്ള നമുക്ക് എന്തായെങ്കിലും ഉമ്മാക്കിയിട്ട് നന്റെ മക്കൾക്ക് ഇത് വിഷയ ചൊല്ലമാ. ആ മഹാൻ മക്കളെ വിളിച്ചിട്ട് ചൊല്ലുതാ, നിങ്ങളെ മരിച്ചുപോയ അബ്ബര പേരില് നിങ്ങ എന്തായെങ്കിലും ഒരു സ്വതക്കയാക്കുവാറാ. ആ മക്ക സ്വതക്കയാക്കിയിട്ട് പണ്ട് വെള്ളിയാഴ്ച ജാവു കിടന്നുറങ്ങുമ്പോ ഈ മക്കളെ അബ്ബ നല്ല ഡ്രസ് ഇട്ടിട്ട് ഈ ഗിഫ്റ്റ് എടുക്കുകയായിട്ട് വന്നിട്ട് നല്ല വല്ല ഗിഫ്റ്റ് പിടിച്ചോണ്ടു പോണ്ട കിണാവ മഹാൻ കണ്ടിട്ടുന്നെങ്കില് മരിച്ചുപോയെങ്കിൽ ഞങ്ങൾക്കൊരു സ്വതക്ക അത് എവിടെയും പോകില്ല. നമ്മുടെ ഉമ്മക്ക് നമ്മൾ കൊടുത്താൽ, നമ്മുടെ വാപ്പക്ക് നമ്മൾ കൊടുത്താ, ഞാനും നിങ്ങളും ഭരിച്ച നമ്മുടെ മക്കൾ നമുക്ക് സ്വതക്ക ചെയ്യണ്ടേ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കൊടുക്കണ്ടേ. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മരിച്ച ഉമ്മയുടെ പേരില് അബ്ബരെ പേരില് ഞങ്ങൾ സ്വതക്ക കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ അബ്ബ അങ്ങ് എന്തിനാക്കി എല്ലാം വിത്തുപോയിരല്ലേ പറയണ്ട. നമ്മൾ ഇത്ര ആക്കിയത് നമ്മുടെ ഉമ്മയാണ്, ഉപ്പയാണ്. പണ്ടത്തെ കാലത്ത് നമ്മളെ പ്രസവിക്കാൻ ഡെലിവറിക്ക് വന്ന ത്യാഗം ഇത്രയാണ്. ഉമ്മ മരിച്ചപ്പോഴാണ് ഉമ്മ എന്ന് വിളിക്കാൻ ഒരാശ അല്ലേ? അബ്ബ മരിച്ചപ്പോ ആശ അബ്ബാന്ന് വിളിക്കാൻ. അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വതക്ക ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിർത്തുന്നു മുഅ്മിനീങ്ങൾ. ഇവിടെ മദ്രസിന്റെ മോളില് അല്ലെ, ഇവിടെ പ്രസിഡന്റോടൊന്നും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മദ്രസിന്റെ മോളിൽ ഒരു 5 ലക്ഷം റുപ്യോളം ചെലവ് വരുന്നൊരു പദ്ധതി എടുക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ സംഭാവനയൊന്നും ആരോടും ചോദിക്കുന്നില്ല. ചെറിയ സംഭാവനയോ അല്ലതോ തരുന്നുണ്ടെങ്കിൽ മാത്രം, സമയം അതിനെടുക്കുന്നില്ല. വലുതൊന്നും ചോദിക്കില്ല. ഒരു 6666 റുപ്യ മരിച്ചുപോയ ഉമ്മാന്റെ അബ്ബടെ പേരിൽ ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഇപ്പൊ കൊടുക്കണ്ട, അതിന്റെ സ്വറാമ്പോ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജാരിയായ സദഖയാണ്.
ഒരുപാട് കാലങ്ങളോളം നമുക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. ആരെങ്കിലും ആ പണിയാകുമ്പോ 1,666 റുപ്യ മരിച്ചുപോയ അബ്ബയുടെ പേരിൽ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിൽ നാട്ടിലുള്ളവരോ വിദേശത്തുള്ളവരോ ആണുങ്ങളോ പെണ്ണുങ്ങളോ സമയം നടക്കുന്നില്ല, പെട്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചെറിയൊരു ദ്വായം നടത്തിയിട്ട് പിരിയാം. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി അത് നിങ്ങൾക്കും പ്രതിഫലമാണ്. മക്കള് സ്വാലിഹീങ്ങളാവാൻ, കുടുംബത്തിൽ ആശ്വാസം കിട്ടാൻ, ദീനിന്റെ മേഖലക്ക് കൊടുക്കുന്ന സഹായം ഇൻഷാ അല്ലാഹ് ശരീഅത്ത് കോളേജിന്റെ ഉദ്ദേശമുണ്ട്, പള്ളി വലുതാക്കേണ്ട ലക്ഷ്യമുണ്ട്, ദർസ് വിപുലീകരിക്കുന്ന ഉദ്ദേശം. ഇതെല്ലാം നിങ്ങളുടെ കെട്ടുറപ്പും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും നല്ല ഐക്യവും ഈ നാട്ടിൽ നിലനിൽക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ട് 1,666 ഇപ്പൊ കൊടുക്കണ്ട, സമയാകുമ്പോ കൊടുത്താ മതി. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇത് വരുന്നിട്ട് പിരിയ ബേജാറൊന്നും ആവണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയാകുമ്പോ പണിയൊക്കെ ആകുമ്പോ ഈ ഒരു ഷീറ്റ് സംരംഭം, അതുപോലെ ലക്ഷങ്ങൾ ചെലവുള്ള ഒരു സംരംഭത്തിന് നന്മയുടെ കൂട്ടായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു സംഭാവന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. എന്ത് പേരാണ്? അബ്ദുർ റഷീദ് അല്ലേ? അൽഹംദുലില്ലാ. അബ്ദുർ റഷീദിന് നീ ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ഹലാലായ മുറാദുകളും അബ്ദുർ റഷീദിന്റെ നീ പൂർത്തിയാക്കണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിലും കുടുംബത്തിലും നീ റാഹത്ത് നൽകണേ അല്ലാ. അബ്ദുർ റഷീദിന് നീ ഖൈർ കോരിവാരി കൊടുക്കണേ അല്ലാ. അബ്ദുർ റഷീദിന്റെ വിഷമങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാ. ജാരിയായ സ്വതക്കയായി ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം കിട്ടുന്ന നന്മയായി ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ അത് ഏറ്റെടുക്കണേ അല്ലാ. ആദ്യമായി തുടക്കം കുറിച്ച അബ്ദുർ റഷീദിന് നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. വേറെ ആരുണ്ടാ? അതൊരാള് കൈവന്തിച്ചാണ്. അയാളെ പേരെന്ത്? അയാളെ പേരെന്ത്? അബ്ദുള്ള അല്ലെ? അബ്ദുള്ള. അല്ലാഹുവേ അബ്ദുള്ളാക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഇൽമ് പഠിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ഖൈറും ബറക്കത്തും റാഹത്തുള്ള വീടാക്കി കൊടുക്കണേ അല്ലാ. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അബ്ദുല്ലാ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഈ ഒരു മദ്രസയുടെ ആവശ്യം പറഞ്ഞപ്പോ സന്തോഷത്തോടെ കൈ ഉയർത്തിയതാണ്. അവർക്ക് സന്തോഷം നിലനിർത്തി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കണേ അല്ലാ. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അബ്ദുല്ലാക്കും കുടുംബത്തിനും റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ മരിച്ചവരുടെ പേരില്? അൽഹംദുലില്ലാ. സ്ഥല പേര് അയാളുടെ പേരൊന്ന് മുഹമ്മദ്. അൽഹംദുലില്ലാ. നല്ല നല്ല പേരാണ് മുഹമ്മദ്. അല്ലാഹുവേ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. കുടുംബത്തിലെ ഖൈറും സമാധാനവും നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ളവർക്ക് റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാ. 6666 പറഞ്ഞ അദ്ദേഹത്തെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ജാരിയായ സ്വതക്കയായി നീ കബൂലാക്കല്ലാ. അല്ലാ ഇതെനിക്കല്ല, കമ്മിറ്റിക്കല്ല, ഉസ്താദിനല്ല, ഇവിടത്തെ ദീനീ സംരംഭത്തിന് അല്ലാഹുവേ പകരം സ്വർഗം നൽകണേ അല്ലാ. ഈ മൂന്നാളുകൾക്കും ഇതിന് പകരം സ്വർഗത്തിലൊരിടം നൽകി കൊടുക്കണേ അല്ലാ. അല്ലാ ഈ 6666 എല്ലാ ഞാട് ഞരമ്പുകൾക്ക് ഇവർക്കെല്ലാവർക്കും നീ ആഫിയത്തും റാഹത്തും
റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം അല്ലാ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിച്ചു കൊടുക്കുക അല്ലാ. ഈ മൂന്നാളിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും ഈ സമയം തന്നെ സന്തോഷമാക്കി എത്തിച്ചു കൊടുക്കണം അല്ലാ. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളൊക്കെ ചോദിക്കും ഇൻഷാ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ പൈസന്നാണെന്നില്ല എന്തെങ്കിലും സംഭാവന, അല്ലെ, സ്വർണവും പറ്റും, എല്ലാം പറ്റും. ആ ഒരു ഷീറ്റ് സംരംഭത്തിന് വേണ്ടി ആണുങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സമയം വൈകിപ്പിക്കുന്നില്ല. 6666 പറയാൻ ഇൻഷാ അല്ലാ അതിന്റെ പണി നടക്കുമ്പോ കൊടുക്കുക. അള്ളാഹു അതിൽ കാവല് നൽകും, അള്ളാഹു അതിൽ ബറക്കത്ത് നൽകും. ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടത് അള്ളാഹു ഒഴിവാക്കി തരും, ബുദ്ധിമുട്ടുകൾ അള്ളാഹു തട്ടി ദൂരത്താക്കി തരും. സ്വതക്ക എല്ലാ അമലുകളും മഹ്ശറ വരെ എത്തിക്കുമെങ്കിൽ മഹ്ശറ തൊട്ട് സ്വർഗം വരെ കൊണ്ടെത്തിക്കുന്നത് സ്വതക്കയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? കൊടുക്കുക, നാളേക്ക് വേണ്ടി കൊടുക്കുക. സ്വതക്ക ചെയ്താൽ കുറച്ച് ആയുസ് കിട്ടുകയാണെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം എന്നല്ലാട് നമ്മൾ പറയുന്നൊരവസരമുണ്ട്. രാത്രി കടന്നുറങ്ങിയ വയനാട്ട് ഉണ്ട് കയ്യിലെ ചെറു സഹോദരങ്ങൾ പലരും വെള്ളത്തേളിച്ചു പോയി. പലർക്കും ഇന്ന് വീടില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല. അവർ വിഷമത്തിലാണ്. വീടില്ലാത്ത ബുദ്ധിമുട്ടുകളായി, മക്കളില്ലാത്ത, കുടുംബമില്ലാത്ത അവസ്ഥകളായി. അള്ളാഹു നമുക്ക് വീട് തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, കുടുംബം തന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്ക് ആഫിയത്തിന്, ആരോഗ്യത്തിന് വേണ്ടി, മരിച്ചുപോയ ഉമ്മക്കോ ഉപ്പക്കോ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി ആരെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും നല്ല നിയത്തോടെ ഇഖ്ലാസോടെ പറഞ്ഞോളി, അള്ളാഹു ഇതിന്റെ വഴി ഉണ്ടാക്കി തരും. വല്ല മുസീബത്തുകളും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഈ സദഖ മൂലം തട്ടിക്കളയും, ഒരു സംശയവും വേണ്ട. കാരണം അള്ളാഹിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നതും കൊടുക്കുന്നതും. അള്ളാഹുവേ, പറയുന്നവർ, ഏറ്റെടുക്കുന്നവർ, അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബർ നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. 3 ആളായി. ആരെങ്കിലും ഉണ്ടാ? ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹ്. എന്താ പേരെന്താണ്? പേര് പറയാം. ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നീ സന്തോഷത്തിലാക്കണേ അല്ലാ. തൊപ്പിയൊക്കെ വെച്ചിരി ആവേശത്തോടെ മുമ്പന്തിയിൽ വന്നിരിക്കുന്നു. അല്ലാഹു നീ ഖൈറ് നൽകണേ അല്ലാ. അദ്ദേഹത്തെ ഇബ്രാഹിം നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം കാക്കും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങള്, വിഷമങ്ങള്, ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഇബ്രാഹിം കാക്കും കുടുംബത്തിനും കോരിവാരി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സങ്കടങ്ങള് നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ.